പ്രിയ പ്രേക്ഷകരെ, വി ഡി സതീശൻ സർക്കാർ അവതരിപ്പിച്ച ബജറ്റിലെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കേരളത്തിൽ സജീവ ചർച്ചയാവുകയും അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വാക്പോരുകൾ തുടരുകയുമാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. നമുക്ക് എന്തുകൊണ്ടാണ് ഈ കരിമണൽ ഖനനം ഇത്രമേൽ ചർച്ച ചെയ്യപ്പെടുന്നത്? സ്വകാര്യ കമ്പനികൾ എന്തുകൊണ്ടാണ് കരിമണൽ ഖനനത്തിൽ ഇത്രമേൽ കണ്ണു നട്ടിട്ടുള്ളത്? എന്തുകൊണ്ട് ഇത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നു? ഏത് തരത്തിൽ ഉള്ള വിമർശനങ്ങളും എതിർപ്പുകളുമാണ് ഉയരുന്നത്? ആവാസ വ്യവസ്ഥയിലടക്കം എന്തു മാറ്റങ്ങൾ ആണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്നതുൾപ്പെടെ വിശദമായി പരിശോധിക്കാം. ആമുഖമായി തന്നെ കൂട്ടിച്ചേർക്കേണ്ടത്, ഒരു പക്ഷേ ലോകത്ത് തന്നെ ധാതു ഖനനത്തിലൂടെ വരുമാനം കണ്ടെത്തുന്ന നിരവധിയായ രാജ്യങ്ങൾ ഉണ്ട് എന്നതാണ്. ഓരോ രാജ്യത്തിനും ആ രാജ്യത്തിൻ്റെതായ ഭൂപ്രകൃതിയുടേതായ പ്രത്യേകതകളുണ്ട്. നമ്മുടെ രാജ്യം യഥാർത്ഥത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ധാതു സമ്പന്നമായ കലവറ എന്ന് തന്നെ വിശേഷിപ്പിക്കപ്പെടാവുന്ന രാജ്യമാണ് എന്നതാണ് സൂചിപ്പിക്കേണ്ടത്. ഇവിടെയാണ് ബ്ലൂ എക്കോണമി എന്നത് നിർണായകമാകുന്നത്. എന്താണ് ഈ ബ്ലൂ എക്കോണമി എന്നത് പരിശോധിക്കുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സമുദ്ര വിഭവങ്ങളുടെ സുസ്ഥിരമായ ഉപയോഗം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ദേശീയ നയം ആണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യം എന്നത് 3 ഭാഗങ്ങളും കടലിനാൽ ചുറ്റപ്പെട്ടതാണ് എന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം തീരപ്രദേശങ്ങൾ ഉള്ള ലോകത്തിലെ തന്നെ രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ തീരപ്രദേശങ്ങളും ആ തീരത്തോട് ചേർന്നിട്ടുള്ള സമുദ്ര വിഭവങ്ങളെയും ഏറ്റവും നന്നായി പ്രയോജനപ്പെടുത്തിയാൽ ഇന്ത്യയുടെ സാമ്പത്തിക ഘടനയിൽ അത് വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സമുദ്ര വിഭവങ്ങളുടെ ഉപയോഗം എന്നത് ഇന്ത്യ ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണുന്നത് എന്നതാണ് ആദ്യമേ തന്നെ സൂചിപ്പിക്കേണ്ടതായി വരുന്നത്. മറ്റൊന്ന്, ഇനി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ പോകുന്ന ഡേറ്റകൾ എന്നത് ഈ സമുദ്ര പരിവേഷണവുമായി ബന്ധപ്പെട്ട വർക്കിംഗ് ഗ്രൂപ്പുകൾ തയ്യാറാക്കിയിട്ടുള്ള ഡേറ്റയാണ്. അതുകൊണ്ട് തന്നെ ഈ വർക്കിംഗ് ഗ്രൂപ്പുകൾ എന്ത് എന്നതിലേക്ക് പോകുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഉപദേശക സമിതിക്ക് കീഴിൽ ആണ് ഇവയുടെ പ്രവർത്തനങ്ങൾ വരുന്നത് എന്നതാണ് എടുത്തു സൂചിപ്പിക്കേണ്ടത്. പ്രധാനമന്ത്രിയുടെ ഉപദേശക സമിതിക്ക് കീഴിലാണ് വരുന്നത് എന്നതാണ്. ഒപ്പം ഈ ബ്ലൂ എക്കോണമി നയം രൂപപ്പെടുത്തുന്നതിനും അത് നടപ്പിലാക്കുന്നതിനും വേണ്ടി 7 വർക്കിംഗ് ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഈ ഉപദേശക സമിതിയുടെ കീഴിൽ ആണ്. ഈ വർക്കിംഗ് ഗ്രൂപ്പുകളുടെ നിർദ്ദേശങ്ങൾ, ഡേറ്റകൾ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നതാണ് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാനുള്ളത്. ഇനി ആ ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ ഉള്ള കണ്ടെത്തലുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ ഡേറ്റ പരിശോധിക്കുമ്പോഴാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്, ലോകത്തിലെ ഏറ്റവും വലിയ ധാതു സമ്പന്നമായ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്നത്. അതായത് 100-ൽ അധികം തരം ധാതുക്കൾ, അതായത് ഭൂമുഖത്തെ ധാതുക്കളുടെ പട്ടിക പരിശോധിക്കുമ്പോൾ അതിൽ 100-ലധികം തരം ധാതുക്കൾ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ട് എന്നും അത് ഖനനം ചെയ്തെടുക്കാനുള്ള അവസരമുണ്ട് എന്നതുമാണ് ഇപ്പോഴത്തെ സാഹചര്യം. അതാണ് രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സാധ്യതകളിൽ ഒന്നാണ് ഈ ധാതു സമ്പത്തിനെ വളരെ കൃത്യമായി വിനിയോഗിക്കുക എന്നതാണ്. ഇനി ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ടത്, ഈ ഒരു പട്ടികയിലേക്ക് വരുമ്പോൾ കേരളമില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിന് ഈ ഖനന പ്രക്രിയയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും വിവരങ്ങളും ഒക്കെ പങ്കുവെക്കുമ്പോൾ പ്രേക്ഷകർക്ക് അധികം ഇല്ലാത്തൊരവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നത് ഇതുകൊണ്ടാണ്. ഇന്ത്യയുടെ പട്ടിക പരിശോധിക്കുമ്പോൾ അതിൽ ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, കർണാടകം, പശ്ചിമ ബംഗാൾ, ഗുജറാത്ത്, മധ്യപ്രദേശ് ഈ സംസ്ഥാനങ്ങളിൽ നിന്നാണ് അധികമായും ധാതു സമ്പത്തുകൾ ഇപ്പോൾ ഖനനം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. അതിൽ തന്നെ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് ഒക്കെ അനന്തമായ സാധ്യതയാണ് ഉള്ളത് എന്നത് നമുക്കറിയാം. അവിടെ ആരോഗ്യ പ്രശ്നങ്ങളും സാമൂഹിക പ്രശ്നങ്ങളും പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഒക്കെ നേരിടുകയും ചെയ്യുന്നുണ്ട്. അതും വസ്തുതാപരമാണ്. ഇനിയിപ്പോൾ നോക്കൂ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 100-ലധികം ധാതുക്കൾ ആണ് ഇന്ത്യയിൽ നിന്ന് ഖനനം ചെയ്യാൻ സാധ്യതയുള്ളത് എങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇരുമ്പയിര് ആണ്. മറ്റൊന്ന് കൽക്കരി, ബോക്സൈറ്റ്, മാംഗനീസ്, മൈക്ക, അലൂമിനിയം. ഇത്തരം ധാതു സമ്പത്ത് ആണ് പ്രധാനമായും ഇന്ത്യയിൽ നിന്ന്, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഖനനം ചെയ്ത് എടുക്കുന്നത്. ഈ സാധ്യതകളെ നമ്മൾ ഇപ്പോൾ തന്നെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നതാണ് സൂചിപ്പിക്കേണ്ടത്. ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടത്, അതായത് കേരളം ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടുന്ന കരിമണൽ പോലെ കേരളത്തിൻ്റെ തീരപ്രദേശങ്ങൾ, രാജ്യത്തിൻ്റെ തീരപ്രദേശങ്ങൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇന്ത്യൻ സമുദ്ര തീരങ്ങളുടെ ഏറ്റവും വലിയ സവിശേഷത എന്നത് ലോകരാജ്യങ്ങളിൽ ലഭ്യമാകാത്ത അപൂർവവും വിലയേറിയതുമായ ധാതുക്കളുടെ ശേഖരം. അതാണ് എടുത്തു പറയേണ്ടത്. അതായത് മറ്റു പല രാജ്യങ്ങൾക്കും വലിയ തോതിൽ ആവശ്യമുള്ളതും അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ ഏറ്റവും വിലയുമുള്ള ധാതുക്കൾ ആണ് നമ്മുടെ തീരപ്രദേശങ്ങളിൽ ഉള്ളത് എന്നതുകൊണ്ടാണ് സ്വകാര്യ കമ്പനികൾ ഉൾപ്പെടെ നമ്മുടെ തീരപ്രദേശങ്ങളിൽ കണ്ണു നട്ടിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്.
ഇനി ഇതാ നമ്മൾ ഇന്ത്യൻ സമുദ്ര തീരങ്ങളിലേക്ക് പോകുമ്പോൾ അതിൽ എടുത്തു പറയേണ്ടത് ഇപ്പോൾ കേരളമാണ് ഇപ്പോൾ വലിയ വിവാദത്തിൽ നിൽക്കുന്നത് എന്നത് നമുക്കറിയാം. അതിനുശേഷം നമുക്ക് ആന്ധ്രാപ്രദേശിന്റെ തീരം ഉൾപ്പെടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നുണ്ട്. മഹാരാഷ്ട്രയുടെ തീരം ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നുണ്ട്. ഈ മറുഭാഗത്തേക്ക് വന്നാൽ ഒഡീഷ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നുണ്ട് എന്നതാണ്. അപ്പോൾ കേരളവും തമിഴ്നാടും മഹാരാഷ്ട്രയും ഒഡീഷയും ആന്ധ്രാപ്രദേശും അടക്കമുള്ള തീരങ്ങൾ, ഈ തീരങ്ങൾ എന്നത് സമുദ്ര തീരങ്ങളിൽ ഏറ്റവും അധികം ധാതുക്കൾ ഉള്ള ധാതു സമ്പന്നമായ തീരങ്ങൾ എന്നതാണ്. ഇവിടെ എടുത്തു പറയേണ്ടത് മറ്റു തീരങ്ങളിലെല്ലാം തന്നെ ഈ ധാതു സമ്പത്തിന്റെ ഖനനവും മറ്റുമൊക്കെ നടക്കുന്നുണ്ട് എന്നതാണ്. അവിടെയാണ് കേരളം കൂടി ചർച്ച ചെയ്യപ്പെടുന്നത്. കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന സംസ്ഥാനമാണ്. പക്ഷേ ഈ ഒരു സാധ്യത ആലപ്പുഴ കൊല്ലം 2 ജില്ലകൾ ധാരാളം മതി കേരളം പോലെ ഒരു സംസ്ഥാനത്തിൻ്റെ എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരം കാണാൻ എന്നതാണ് ഈ മേഖലയിൽ നിന്നുള്ള വിദഗ്ധരുടെ നിരീക്ഷണം. ഇനി ഇതാ നോക്കൂ, ഇതാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ എന്നത്. അതായത് നമ്മുടെ രാജ്യത്തെ തീരപ്രദേശങ്ങളിലെ ധാതുക്കളുടെ കണക്ക് പരിശോധിച്ചാൽ അപ്രോക്സിമേറ്റ് കണക്ക് എന്നത് 731 ദശലക്ഷം ടൺ ധാതുശേഖരമാണ് നമ്മുടെ തീരപ്രദേശങ്ങളിൽ ഉള്ളത്. അത് 12 ലക്ഷം കോടി രൂപ മൂല്യം വരുന്നു എന്നുള്ളതാണ്. ഈ 12 ലക്ഷം കോടി എന്നതൊക്കെ പല രാജ്യങ്ങളുടെയും ആകെ സമ്പാദ്യമുണ്ടല്ലോ, അതിലും വലിയ തുകയാണ് എന്നതാണ്. ലോകരാജ്യങ്ങളിൽ പലതിൻ്റെയും ആകെ സമ്പാദ്യത്തെക്കാൾ ഉയർന്ന തുകയാണ് നമ്മുടെ തീരപ്രദേശങ്ങളിലെ ധാതുക്കളിൽ നിന്ന് മാത്രം ലഭിക്കുന്നത് എന്നതാണ് ഇതിൻ്റെ സവിശേഷത. ഇനി ഇതാ തീരധാതുക്കളിലേക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ടൺ കണക്കിലേക്ക് പോകുമ്പോൾ 731 ദശലക്ഷം ടൺ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഇൽമനൈറ്റ് 600 ദശലക്ഷം ടൺ നമ്മുടെ തീരപ്രദേശങ്ങളിലുണ്ട്. റൂട്ടൈൽ 30 ദശലക്ഷം ടൺ ഉണ്ട്. സിർക്കോൺ 35 ദശലക്ഷമാണ്. ഗാർനൈറ്റ് 60 ദശലക്ഷം ആണ്. സിലിമിനൈറ്റ് 4 ദശലക്ഷം ആണ്. കൈനറ്റ് 2 ദശലക്ഷമാണ്. ഇങ്ങനെ ദശലക്ഷക്കണക്കിന് ധാതുക്കളാൽ സമ്പന്നമാണ് നമ്മുടെ തീരപ്രദേശങ്ങൾ എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇനി ഇതാ കേരളം, അതായത് ഇപ്പോൾ എന്തുകൊണ്ട് കേരളം വിവാദത്തിൽപ്പെടുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിൽ കൊല്ലം, ആലപ്പുഴ ഈ 2 ജില്ലകൾ ലോകത്തിലെ തന്നെ ഏറ്റവും അപൂർവമായ ധാതുക്കളാൽ സമ്പന്നമായ തീരം ആണ് എന്നതാണ്. അതുകൊണ്ടാണ് ഈ തീരങ്ങളിലെ കരിമണൽ ഖനനം ചെയ്താൽ കോടിക്കണക്കിന്, അതായത് 10,000 കോടി രൂപയുടെ വരുമാനം നേടാൻ കേന്ദ്ര സർക്കാരിനും അതിൻ്റെ പങ്ക് എന്ന നിലയിൽ സംസ്ഥാന സർക്കാരിനും സാധിക്കും എന്നത് എടുത്തു പറയേണ്ടത്. ഇനി ഇതാ കേരള തീരത്തെ കരിമണൽ ഖനനം ചെയ്താൽ അതിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റുന്ന ധാതുക്കൾ എന്തൊക്കെയാണ്? അതിൽ ഇൽമനൈറ്റ് ഉണ്ട് എന്നതാണ്. ടൈറ്റാനിയം നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ധാതുവാണ് ഇൽമനൈറ്റ് എന്നത്. ഇന്ത്യയിലെ ടൈറ്റാനിയം നിക്ഷേപത്തിൻ്റെ വലിയൊരു ഭാഗം കേരളത്തിലാണ് എന്നതുകൊണ്ടാണ് ഈ ഇൽമനൈറ്റ് എന്നത് പ്രധാനപ്പെട്ടതാവുന്നത്. മറ്റൊന്ന് റൂട്ടൈൽ ആണ്. പെയിന്റ്, വെൽഡിംഗ്, ഇലക്ട്രോഡ് എന്നിവയുടെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ധാതുവാണ് റൂട്ടൈൽ എന്നതാണ്. ഇനി ഇതാ ഈ പാരിസ്ഥിതികമായ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എന്തുകൊണ്ടാണ് ഇത് വിവാദമാകുന്നത്. അതായത് കരിമണൽ ഖനനം ഒട്ടേറെ പാരിസ്ഥിതിക ആഘാതം സൃഷ്ടിക്കും തീരദേശ പ്രദേശങ്ങളിൽ എന്നതാണ് പരിസ്ഥിതി സംരക്ഷകരുടെ അവകാശവാദം. പരിസ്ഥിതി സംരക്ഷകരുടെ അവകാശവാദം മാത്രമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ഖനനം നടക്കുന്ന മേഖലകളിലെല്ലാം സാമൂഹിക പ്രശ്നങ്ങളും ഇതുപോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒപ്പം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അവിടെയാണ് പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് തീരമേഖലയിലെ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് ഈ ഖനനം നടക്കണം എന്നത്. അവിടെയാണ് ഈ പ്രതിഷേധങ്ങൾ അതിശക്തമാകുന്നത്. നേരത്തെ MA ബേബിയും അതോടൊപ്പം തന്നെ VM സുധീരനുമൊക്കെ 2003 മുതൽ നടത്തിയ പ്രതിഷേധത്തെക്കുറിച്ച് സൂചിപ്പിച്ചത് അതാണ്. അതിൽ തന്നെ ഈ മോണോസൈറ്റിന്റെ പ്രത്യേകത എന്താണ്? അത് ആണവോർജത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും അപകടകരമായ ഊർജ്ജമാണ്. ഇപ്പോഴത്തെ നമുക്ക് ആണവോർജ്ജമാണ് ലോകത്തിലെ ഏറ്റവും അപകടകരമെന്നൊന്നും പറയാൻ പറ്റില്ല. ശാസ്ത്രം പറയുന്നതനുസരിച്ച് ഇതുവരെയുള്ള കണ്ടെത്തലുകളിൽ ഏറ്റവും ഗുരുതരമാണ്. നാളെ ഇതിനേക്കാളൊക്കെ ഗുരുതരമാകുന്ന ഒട്ടേറെ സംവിധാനങ്ങളിലേക്കും കണ്ടെത്തലുകളിലേക്കും പോകാം. എന്തായാലും ഇപ്പോൾ ഈ ആണവോർജ്ജ മേഖലയിലടക്കം ഉപയോഗിക്കുന്ന തോറിയം അടങ്ങിയിട്ടുള്ള ധാതു ആണ് മോണോസൈറ്റ്. അപൂർവ ഇനം ധാതുക്കളിൽപ്പെടുന്ന ഒന്നാണ് മോണോസൈറ്റ് എന്നതാണ് എടുത്തു പറയേണ്ടത്. മറ്റൊന്ന് ഗാർനൈറ്റ്, അതോടൊപ്പം തന്നെ ലൂക്കോസിൻ ഉണ്ട്, സിലിമനൈറ്റ് ഉണ്ട്. ഇതിൽ ഈ സിലിമനൈറ്റും ലൂക്കോസിൻ്റെയും സാന്നിധ്യം മറ്റു തീരങ്ങളിലടക്കം പ്രകടമാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊന്നാണ് സിർക്കോൺ എന്ന ധാതു. ഈ സിർക്കോൺ എന്ന ധാതു സെറാമിക് ഉൽപ്പന്നങ്ങൾ, ബഹിരാകാശ സാമഗ്രികൾ,
ബഹിരാകാശ പര്യവേക്ഷണത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന സാമഗ്രികളിൽ ഒക്കെ ഏറ്റവും അധികം പ്രയോജനപ്രദം ആകുന്ന ഒന്നാണ് ഈ സിർക്കോൺ എന്നതുകൂടിയാണ് നമ്മൾ സൂചിപ്പിക്കേണ്ടത്. ഈ വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് വിവരങ്ങൾ കൂടി പങ്കുവെക്കാനുള്ളത്. നമ്മൾ ഇപ്പോൾ സൂചിപ്പിച്ചത് തീരപ്രദേശങ്ങളിലെ നേട്ടത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, തീരത്തിന് നിശ്ചിത കിലോമീറ്റർ പരിധിയിലുമൊക്കെ ഓരോ രാജ്യങ്ങളുടെയും നിയന്ത്രണത്തിലാണ് വരുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെ ആഴക്കടൽ സമ്പത്തിലും നമ്മൾ ധാതുക്കളാൽ ശ്രേഷ്ഠമാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. നമ്മുടെ ആഴക്കടൽ പരിവേഷണം എന്നതനുസരിച്ച് ഏതാണ്ട് 380 ദശലക്ഷം ടൺ ധാതുക്കൾ ഉണ്ട് നമ്മുടെ ആഴക്കടൽ മേഖലയിൽ, നമ്മുടെ പരിധിയിൽ വരുന്ന സമുദ്രമേഖലയിൽ എന്നതാണ്. അതിൻ്റെ മൂല്യം എന്നത് 18 ലക്ഷം കോടി രൂപയാണ്. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ഈ 18 ലക്ഷം കോടി രൂപ എന്നതൊക്കെ പല രാജ്യങ്ങളുടെയും ആകെ സമ്പത്തിനേക്കാൾ ഉയർന്ന തുകയാണ് എന്നതാണ്. അവിടെയും എടുത്തു പറയേണ്ടത് നമ്മുടെ ആഴക്കടലിൽ മാംഗനീസ്, നിക്കൽ, കോപ്പർ, കൊബാൾട്ട് ഉൾപ്പെടെയുള്ള ധാതുക്കൾ ഉണ്ട് എന്നതും ഇതുമായി ബന്ധപ്പെട്ട പരിവേഷണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതുമാണ്. പക്ഷേ ഒരു നിശ്ചിത മേഖലകളിൽ മാത്രമാണ് ഇപ്പോഴും ഈ പരിവേഷണത്തിനൊക്കെ അനുമതി നൽകിയിട്ടുള്ളത്. ഒരു പക്ഷേ ഈ പരിവേഷണം കാര്യക്ഷമമാക്കിയാൽ അത് പ്രകൃതിക്ക് അപകടമുണ്ടാകാത്ത തരത്തിൽ ആളുകളെ, അതായത് തീരദേശവാസികളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് സുതാര്യമായി, അതുകൂടി സൂചിപ്പിക്കട്ടെ, ഈ പ്രൊജക്റ്റുകളിലേക്കൊക്കെ സ്വകാര്യ കമ്പനികൾ വരുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ ലാഭം കൊയ്യുക എന്ന ലക്ഷ്യം അവർക്കുണ്ട്. അങ്ങനെയുള്ള ഒരു ചൂഷണത്തിൻ്റെ അവസരമായി മാറുന്നില്ല എങ്കിൽ തീർച്ചയായും നമ്മുടെ തീരപ്രദേശങ്ങളിലെ നിധിശേഖരം തന്നെയാണ് കരിമണൽ എന്നതിൽ തർക്കമില്ല. ആ കരിമണലിനെ യഥാർത്ഥത്തിൽ പ്രയോജനപ്പെടുത്തിയാൽ ഒരുപക്ഷെ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിൽ, കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ ഗണ്യമായ പുരോഗതി ഉണ്ടാവും, മാറ്റമുണ്ടാകും. അത് കേരളത്തിന് മുന്നോട്ടുള്ള യാത്രയ്ക്ക് കുതിപ്പേകും എന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.